പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നവനായ അല്ലാഹു ബറക്കത്തുടയവനാണ്, അവൻ ഐശ്വര്യവാനത്രേ. അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് തബാറക്ക, അവൻ ആരാണ്? ബറക്കത്തുടയനായ വ്യക്തിയാണ്. ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുടയവനാണ്. വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട് സഹോദരങ്ങളെ? എത്ര നാമങ്ങളുണ്ട്? ഒരാൾ പറയും, കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. എത്ര നാമങ്ങളുണ്ട് അല്ലാഹുവിന്? 99. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ടത്രേ. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. ആ 99 നാമങ്ങൾ മനഃപ്പാഠമാക്കിയവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 99 നാമങ്ങൾ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ. അത് ഹിഫ്ള് ചെയ്താൽ സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസാര കാര്യമല്ല ഈ പറഞ്ഞത്. ഈ സദസ്സിൽ ആരൊക്കെയുണ്ട്? സാധുമാരും മുത്തല്ലിങ്ങളും അല്ലാത്ത അസ്മാഉൽ ഹുസ്ന കാണാതറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്കുന്നു, നോക്കട്ടെ എത്ര പേരുണ്ട്. സാധാരണക്കാരോട് ചോദ്യം. 6 പേരുണ്ട്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ്. ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിൽ അല്ലാഹു പറയുന്നു. കുറെ ആയത്തുകളുണ്ട്. അപ്പൊ അതൊന്നും ഓതാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു അവന്റെ 99 നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നു. ഈ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തവന് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം? വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട്. മനസ്സിലാക്കണം ഈ സമൂഹം. മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്. ഖുർആനിൽ അല്ലാഹു പറയാൻ, സൂറത്തുർ റഹ്മാൻ അവസാനത്തെ ആയത്ത്, تبارك اسم ربك ذي الجلال والإكرام. تبارك اسم ربك ذي الجلال والإكرام. നിന്റെ റബ്ബിൻ്റെതായ നാമങ്ങൾ പരിപൂർണമായി ബറക്കത്തുடைய നാമമാണ്, ഐശ്വര്യമുള്ളതായ നാമമത്രേ. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവന് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ്. ഈ
99 നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. കാരണം ബറക്കത്തുള്ള നാമങ്ങളാണ്. ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉത്തരം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ടത്രേ, ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താ. പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ്, ഉത്തരമാണ്. എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത്. ഉസ്താദേ, എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. ഞാൻ ഖുർആൻ ഓതാറുണ്ട്, ഞാൻ ദിക്ർ ചെല്ലാറുണ്ട്, ഞാൻ സ്വലാത്തുകൾ അധികരിപ്പിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. ഒരൊറ്റ നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ ഖളാ ആക്കിയിട്ടില്ല. പക്ഷേ എന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുപടി വരാൻ, എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്കൊന്ന് കരമുയർത്തി ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദുആ ചെയ്യൽ ഇജാബത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാൻ കാരണം? തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാബത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്, എല്ലാ നാമങ്ങളും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ ഈസാ, ഞങ്ങളിതാ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, സമൂഹമേ, നിങ്ങൾ ആ കാണുന്നതായ 2 മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ. അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആജ്ഞപ്രകാരം 70,000-ൽ പരം ആളുകൾ 2 മലയിടുക്കുകളിലായി തടിച്ചുകൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അവരിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് 2 കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ, യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ ലാ മർളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവരുമായ അല്ലാഹുവേ, അല്ലാഹുവിന്റെ മഹത്തായ ഇസ്മുൽ ആദമിൽപ്പെട്ട നാമമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവരുമായ അല്ലാഹ്, ലാ മർളാ ലാ മർളാ. ഈ ഇസ്രായേലി ജനതയിലെ ഇക്കൂട്ടർക്ക് നീ രോഗം നൽകരുത് റബ്ബേ, ഇവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കണേ അല്ലാഹ്. മഹാനുഭാവൻ ദുആ ചെയ്ത് തീരേണ്ട താമസം 70,000-ൽ പരം ആളുകൾക്ക് പരിപൂർണമായി ശിഫ നൽകിയെന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം. അദ്ദേഹം വിശദീകരിക്കുന്നു, എവിടെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ആ 2 നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം കൊണ്ടുവരുന്നുണ്ട്.
എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഈ 2 നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്തപ്പോ 70,000-ൽ പരം ആളുകൾക്കുള്ള കുഷ്ഠരോഗം സെക്കൻഡിൽ തന്നെ ശിഫ കിട്ടി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതാണ് ഈ നാമം? യാ ഹയ്യ് യാ ഖയ്യൂം, അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം, യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ, യാ മുതകബ്ബിറു യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാർ. ഇങ്ങനെ തുടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്നയിൽ 99 നാമങ്ങളിൽ പെട്ട നാമമാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഭയങ്കര എഫക്റ്റ് ആണ് ദുആയിൽ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ബഹുനിരാകുന്ന മർഹൂം ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദുആയിൽ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു. ഇസ്മുൽ ആലമിൽപ്പെട്ട നാമമാണ്. ആരാണിത് പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു ദുആയിൽ ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 വാക്യങ്ങൾ ചേർത്തിട്ട് ദുആ ചെയ്യാൻ ഉറപ്പായിട്ടും ഉത്തരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അസ്മാഉൽ ഹുസ്ന വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ലഭിക്കും. അസ്മാഉൽ ഹുസ്ന നിസാരമായ നാമങ്ങളല്ല. അത് കാണാതെ പഠിച്ചാൽ സ്വർഗം ലഭിക്കും. എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാനും ദുആയിൽ ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഈ നാമങ്ങളെല്ലാം ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധ ഖുർആൻ. തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിർബന്ധമായും ഈ സദസ്സിലുള്ളവരോട് എനിക്ക് സ്നേഹത്തോടുകൂടി പറയാനുള്ളത്, ഈ ഉറൂസിന്റെ സമാപനം കുറിക്കുന്ന ഈ സദസ്സിൽ എല്ലാ സഹോദര സഹോദരിമാരും അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരു 10 മിനിറ്റ് മതി കുട്ടികൾക്കൊക്കെ പഠിക്കാൻ. ഇനി നിങ്ങൾ ഒരു ദിവസം ഒരു 10 പേര് വെച്ച് പഠിച്ചാലും സുഖമായിട്ട് 10 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയും, ഉറക്കെ പറയും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യും. രാവിലെ വേറെ ഒന്നും വേണ്ട, ഒരു ഔറാദും ഇല്ലെങ്കിലും അസ്മാഉൽ ഹുസ്ന ഒന്ന് ഓതിയിട്ട് ദുആ ചെയ്യും. ഭയങ്കര മഹത്താണ്. എല്ലാ കാര്യങ്ങൾക്കും ഖൈറുണ്ടാവും. അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യല്ലേ, മടിക്കേണ്ടതില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുടയവനാണ്. അവന്റെ സർവ്വനാമങ്ങളും ബറക്കത്തുള്ള നാമങ്ങളാണ്. ഈ ബറക്കത്താണ് നമ്മളോട് റജബിലും ശഅബാനിലും ചോദിക്കാൻ പറഞ്ഞത്. തീർന്നില്ല. അല്ലാഹു ഈ ലോകത്തേക്ക് നിയോഗിച്ച ദീനി ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള 1,24,000 അംബിയാ മുർസലീങ്ങളും ബറക്കത്തുടയവരാണ്. അവരെല്ലാവരും ബറക്കത്തുടയവരാണ്. അതിന് ഒരു വ്യക്തിയെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നു. മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ബറക്കത്തുള്ള വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ ആ സംഭവം വിശദീകരിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാരാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവിയെ ഗർഭം ധരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു. മറിയം ബീവിയുടെ ഇടതുഭാഗത്തെ പോക്കറ്റിലൂടെ അല്ലാഹു ഊതി. ആ മലക്കുൻ മുഖേന ഊതി. അതിലൂടെ തീർച്ചയായും അവർ ഗർഭധാരണമുണ്ടായി. ആളുകൾ അവരെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി. അങ്ങനെ തന്നെയാണ് ഗർഭം ധരിക്കൽ. ഗർഭം ധരിക്കൽ മാത്രമല്ല, ഒരു കുഞ്ഞിന് റൂഹ് ഊതപ്പെടുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ്? മലക്കിനെ പറഞ്ഞയച്ചിട്ടാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ.
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസം വീതമാണ് ഘട്ടം ഘട്ടമായിട്ട് പാകപ്പെടൽ ഉണ്ടാവുന്നത്. ഒരു ബീജത്തുള്ളിയായി ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്നതായ നീ, ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതായ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബീജത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റുകയാണ്. ആ രക്തക്കട്ടയെ മാംസക്കട്ടയാക്കി മാറ്റുകയാണ്. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലുകൾ കൊണ്ട് പൊതിയുകയാണ്. ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം വന്ന് പൊതിയുകയാണ്. വീണ്ടും അതിലേക്ക് ചർമ്മങ്ങൾ വന്ന് പൊതിഞ്ഞിട്ടാണ് ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മനോഹരമായ ഒരു കുട്ടിയായി അല്ലാഹു നിന്നെ പരിവർത്തനപ്പെടുത്തുകയാണ്. ഉമ്മയുടെ ഉദരത്തിലേക്ക് ഒരു കുഞ്ഞ് 4 മാസം പ്രായമെത്തുമ്പോ അല്ലാഹു അവനിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞേക്കുകയാണ്. ഫയൻഫുഖു ഫീഹി അർറൂഹ. ആ മലക്ക് വന്നുകൊണ്ട് അവനിലേക്ക് ആത്മാവൂതുമേ. അതിലൂടെയാണ് കുഞ്ഞിന് അനക്കം തുടങ്ങുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് അനക്കം വെച്ച് തുടങ്ങുന്നത് അപ്പോഴാണ്. ഉമ്മയുടെ ഉദരത്തിൽ 4 മാസം എത്തുമ്പോ 120 ദിവസം എത്തുമ്പോഴെന്നർത്ഥം. ഒരു മലക്കിനെ അല്ലാഹു പറഞ്ഞേക്കും ഫയൻഫുഖു ഫീഹി റൂഹ. ആ മലക്ക് വന്നുകൊണ്ട് ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ആത്മാവൂതും. അപ്പോഴാണ് കുഞ്ഞ് അനങ്ങാൻ തുടങ്ങുക. 4 മാസം ഗർഭിണിയായ പെണ്ണ് അവൾ അറിയും ചെറിയ തുടിപ്പ് വയറ്റിലുണ്ടാവും. അനക്കാൻ തുടങ്ങാണ്. കുഞ്ഞ് കാല് വെച്ച് ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങി. ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിഭിത്തിയിലാണ് ആദ്യമായി കാല് വെച്ച് ചവിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് തള്ളാര് മനസ്സിലാക്കുന്നത് ആ കുഞ്ഞിനെ അനക്കം തുടങ്ങി. 4 മാസം എത്തുമ്പോ ഈ റൂഹ എവിടുന്ന് വന്നത്? മലക്ക് മുഖേന ഊതിയതാണ്. അങ്ങനെയാണ് ഇസ്ലാമിക വീക്ഷണം. ഇപ്പൊ ശാസ്ത്രം ഇപ്പോഴാണ് അതെല്ലാം അംഗീകരിച്ചു വരുന്നത്. ശരിയാണ്, മുമ്പ് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഇപ്പൊ പറയുന്നു മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. ബീജത്തിൽ നിന്ന് രക്തക്കട്ടയായി, രക്തക്കട്ടയിൽ നിന്ന് മാംസക്കട്ടയായി, മാംസക്കട്ടയിലേക്ക് എല്ലുകൾ വന്ന് പൊതിഞ്ഞു, ആ എല്ലുകളിലേക്ക് വീണ്ടും മാംസം വന്ന് പൊതിഞ്ഞു, അതിലേക്ക് ചർമ്മം വന്ന് പൊതിഞ്ഞ് 120 ദിവസമാകുമ്പോഴാണ് കുഞ്ഞിന് അനക്കമുണ്ടാകുന്നത്. ശാസ്ത്രം ഇപ്പോൾ അംഗീകരിച്ചു. ഖുർആൻ 1400 വർഷം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു തന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി. മനസ്സിലാക്കണം, അത് വേറെ വിഷയമാണ്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആര് മുഖേനയാണ്? മലക്ക് മുഖേനയാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഗർഭധാരണമുണ്ടായി. അല്ലാഹു മലക്കിനെ പറഞ്ഞയച്ചു. ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ. അല്ലാഹു ഖുർആനിൽ പറയുന്നു ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി, റൂഹ് നൽകി. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചു. ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണ്. അപ്പൊ ആളുകൾ വലിയ പ്രശ്നമാക്കി. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. വന്നുകൊണ്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഹാറൂന്റെ സഹോദരിയെ മറിയം ബീവിയെ നീ എന്ത് പ്രവൃത്തിയാ ചെയ്തത്? നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത്. അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി. ഈ പെണ്ണ് വ്യഭിചരിച്ചു എന്ന് പറയാൻ തുടങ്ങി. കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്ക് വന്നുകൊണ്ട് റൂഹ് ഊതുക അസംഭവ്യമാണ്. അതിനും സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കാൻ, ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹു ഖാദിറാണ്, കഴിവുള്ളവനാണ്. അതിന് അല്ലാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ. കാരണം മറിയം ബീബി റളിയല്ലാഹു അൻഹ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല. പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരുന്നു. കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് പോലും ഒരു അന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത, പരിപൂർണമായ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ, പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ.
അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ആ മലക്ക് വന്നുകൊണ്ട് ഊതി, അവർ ഗർഭം ധരിച്ചു. അവസാനം നാട്ടുകാര് മുഴുവൻ പ്രശ്നമായി, കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞാണ് ആര്? സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ സൂറത്തു മറിയം എന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പഠിക്കാനാണ് സഹോദരൻ, ശരിക്കും മനസ്സിലാക്കാൻ. അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചിട്ടു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ വന്ന് ഉമ്മായെ കുറ്റപ്പെടുത്താണ്. മറിയം ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു. നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു, എന്താണ് സംഭവം, ആരാണ് ഞാൻ, ലോകത്തോട് വിളിച്ചു പറയാ.